സ്കൂളും മദ്രസൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അവനാൻ്റെ വീട്ടിലേക്കല്ലേ വിരുന്ന് പോവുക. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ സ്കൂളും മദ്രസും പൂട്ടണ വരെ പെരയിലാണെങ്കിലും പൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാരണം എനിക്കിവിടെ നാത്തൂനും കുട്ടികളൊക്കെ ആ ടൈമിലാണ് വരിക. അധിക ദിവസമൊന്നും നിന്നില്ലെങ്കിലും 2-3 ദിവസമൊക്കെ വരെ നിൽക്കുള്ളൂ. ആ ദിവസം ഞാൻ പിന്നെ മാളിക്കുന്നിക്ക് പോവുകയില്ല കേട്ടോ. ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 29 ദിവസവും ഞാൻ മാളിക്കുന്നിൽ തന്നെ പക്ഷെ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാളിക്കുന്ന് കാണുകയല്ല, ഞാൻ അവിടുന്ന് പോവുകയല്ല കേട്ടോ. അങ്ങനെയാണ്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ പോകാൻ തോന്നൂലല്ലോ. തറവാട്ടിലെ ഉണ്ടെന്ന് വരുന്നത്. അപ്പോൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പുഴ കാണാനാണ് പോയത്. കുന്തിപ്പുഴയ്ക്കാണ് കേട്ടോ പോയത്. അവിടെ കുറേ നേരം നിന്ന് പിന്നെ തിരിച്ചു പോന്നു. അപ്പം അധികം ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നീന്തൊക്കെ ചെയ്തിട്ടോ. തിരിച്ചു വന്നിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അത് വാങ്ങി നേരെ കളി കാണാൻ വേണ്ടി പോയിട്ടോ. കളി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടപ്പുറത്തെ ഫുട്ബോൾ കളി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടോ. അതിൻ്റെ ഉദ്ഘാടന ദിവസത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നാത്തൂനും കുട്ടികളൊക്കെ വന്ന ടൈമിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ദിവസം കളി കാണാൻ വേണ്ടിയിട്ടും പോയിട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം പോകാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. മാളിക്കുന്നിൻ്റെ കളിയാണ്. കുഞ്ഞാനും ടീമൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നത്. നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം ഫുള്ള് മാളിക്കുന്ന ടീമാണ്. നമ്മളെ നാട്ടിലെ കളിയാകുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കാണാൻ വേണ്ടി പോകണ്ടേ. കാണുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇടിപ്പുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല. ആര് ജയിക്കും നമ്മൾ തോൽക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഫസ്റ്റിൽ ജയിച്ചിട്ട് പിന്നെ തോറ്റാലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റ് കളിയിൽ ജയിക്കണം, അതാണ് ഒരു ഇത് അതന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ജയിച്ചിട്ട കൂട്ടത്തിൽ അനുമോനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മാളിക്കുന്നത്തെ സെറ്റാണ് ആയിരിക്കണത് ഫുള്ള്. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോൾ നമ്മൾ എതിർ ടീം ഇട്ടിട്ടുണ്ടായിരുന്നു, ആര്യമ്പാവ എന്നിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് സൂം ചെയ്തത്. ഇതാ സെക്കൻഡ് നമ്മൾ അടിച്ചിരിക്കണു. എന്നുമില്ലാത്ത ആരവത്തിലൊക്കെയാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ എതിർ ടീം ഗോൾ ഇട്ടപ്പോൾ നമ്മളൊന്ന് പേടിച്ചു. പക്ഷെ നമ്മൾ സെക്കൻഡ് തിരിച്ചടിച്ചു ഗൈസ്. നമ്മളോടെ കളിയിലെ ഒന്ന് ശാന്തമായി കൊടുത്തപ്പോൾ ഒരു ഗോൾ അടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് ഒരു ഗോളല്ല കേട്ടോ, ഇതാ 2ാമത്തെ ഗോളും നമ്മളിവിടെ അടിച്ചേക്കണം കേട്ടോ. രണ്ടാമത്തെ ഗോൾ അടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ഏകദേശം സെറ്റായില്ല. നമ്മൾ ഒമേഗയുടെ കൊടിയാണ് കേട്ടോ അവിടെ പാറി പറക്കണത്. അഖിലും ഷിനാജും ഉണ്ടോ കൊടി നിയന്ത്രിച്ചിരുന്നു. ഫസ്റ്റിലെ ഗോൾ അടിച്ചപ്പോൾ കൊടി ഒന്ന് താത്തി വെച്ചതായിരുന്നു. പിന്നെ നമ്മളെന്തായാലും അതിഗംഭീരമായിട്ട് തന്നെ നമ്മളെ കൊടി വീശി പറത്തി കാണിച്ചു കൊടുത്തിട്ടോ. അപ്പൊ അതാ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അനുമോ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കൂട്ടത്തിൽ ഓനും ചാടി കളിച്ചിട്ടുണ്ട്. ഓൻ ഇടക്കിടക്ക് വന്ന് ഗോളടിച്ചത് കണ്ടോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിട്ടോ. ഓലിങ്ങനെ ചാടി കളിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പൊരിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കെട്ടിച്ചിട്ട് നാട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വിചാരിച്ചിട്ട് അവിടെ മുണ്ടാതിരുന്നു കേട്ടോ. ഭയങ്കര ഓലിങ്ങനെ കാട്ടണമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരെ കണ്ടപ്പോൾ അവിടെ നിന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് മാളിക്കുന്ന തൂക്കുമല്ലേ നോക്കാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.